ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ജന്മാഷ്ടമിയായിട്ട് ഞാനും അനിയത്തിയും കൂടെ മാവേലിക്കര കൃഷ്ണസ്വാമി അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. വലിയ ക്യൂ ഒന്നുമല്ല, ഞങ്ങളൊരു 10:30 ആയപ്പോഴാണ് വന്നത് കേട്ടോ. ഇതൊക്കെ ഒരുങ്ങിയൊക്കെ വരണ്ടേ, കുറച്ച് ലേറ്റായിപ്പോയി. ഓക്കെ കുഞ്ഞോ, കുഞ്ഞിനെ നോക്കാൻ ടൈമില്ല, അവൾക്ക് ഈ വെയിലൊക്കെ കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുത് കഴിഞ്ഞു. ഇന്ന് കൃഷ്ണനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലൈഫിൽ തന്നെ കഴിഞ്ഞ വർഷമാണ് ജന്മാഷ്ടമിക്ക് തൊഴാൻ തുടങ്ങിയത്. അപ്പം ഈ വർഷം എൻ്റെ രണ്ടാമത്തെ തൊഴലാണ്. അതിന് മുന്നേ ഒന്നും ഞാനങ്ങനെ വന്നിട്ടേ ഇല്ല, ജന്മാഷ്ടമിക്കൊന്നും തൊഴാൻ വന്നിട്ടില്ല. അതുപോലെ ശോഭയാത്ര ഇല്ലേ, അതൊന്നും അമ്പലത്തിൽ ഒന്നൊന്നും കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വന്നപ്പം 8:30 ആ ടൈമിൽ വന്നപ്പോൾ ഒരുപാട് ആളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇച്ചിരി താമസിച്ചുകൊണ്ട് ആളുണ്ട്, എല്ലാവരും തൊഴുതിട്ട് ഇന്ന് സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കുന്നില്ല, അതിന് മുമ്പേ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ആഷ്ലി ഉണ്ട്, അവൾ വരുമെന്ന് പറഞ്ഞ്. അതിന് വരുമ്പോൾ 10-11 മണിയാവും, കാരണം നമുക്ക് പാൽപ്പായസമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ആളിനെ കണ്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങ് പോവുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇറങ്ങിയപ്പോൾ കുറേ വളയും കമ്മലും ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ വളയൊക്കെ കയറി നോക്കി കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ധാവണിയൊക്കെയാണ് എടുത്തത്. മുല്ലപ്പൂവൊക്കെ ചൂടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂവൊക്കെ ചൂടാൻ. എന്നെ കണ്ട ഒരു തമിഴത്തി ലുക്കായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അമ്പലത്തിൽ നിന്ന്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയ ദിവസമായിരുന്നു ജന്മാഷ്ടമി. വൈകുന്നേരം ആയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആഷ്ലി. അപ്പോൾ അവളോട് പറഞ്ഞു, ചേച്ചി ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ, അപ്പം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പം ഗരുഡവാഹനം എഴുന്നള്ളത്താണ്. അതും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കുറേ കുഞ്ഞു കൃഷ്ണന്മാർ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ഭയങ്കര ബഹളം. എല്ലാം ഭയങ്കര അത്ഭുതത്തോടാണ് ഞാനിതെല്ലാം കണ്ടത്. ഞാൻ ഇന്നിട്ട് ഓർത്ത്, ഇത്രയും നാളിവിടെ ഉണ്ടായിട്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇതെല്ലാം മിസ് ചെയ്തല്ലോ എന്ന്. സമയം കഴിയുന്തോറും ഈ കൃഷ്ണന്മാരെ കൊണ്ട് അങ്ങ് അമ്പലം നിറയുമായിരുന്നു കേട്ടോ. എല്ലാവരും കാണാനും നല്ല ഭംഗി. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, എപ്പോൾ ഇത് വരും, അതോ ഇവിടെ നിന്നാണോ ഘോഷയാത്രയായിട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞ്, ചേച്ചി ഇങ്ങോട്ടാണ് വരുന്നത്, ഒരു 6-6:30 ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. 6-6:30 കഴിഞ്ഞിട്ടും സംഭവം വരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു ഗൈസ്. ഞങ്ങൾ രണ്ടും മാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് സമയം പോകുമ്പോൾ ഒരു പേടിയൊക്കെ വന്നു. പക്ഷെ അവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ചേച്ചി നമ്മൾ കണ്ടിട്ടേ പോകത്തുള്ളെന്നും പറഞ്ഞാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ഞാൻ കറങ്ങി നടന്നപ്പോൾ ഘോഷയാത്ര വരുന്നുണ്ട് ഗൈസ്. കാണുന്നില്ലല്ലോ. അല്ല അത് മാറട്ടെ. പാട്ടൊക്കെ ഉണ്ട്, പിന്നെ നല്ല രസമായിരുന്നു. ഞാൻ എപ്പോഴാണ് പുറത്തുനിന്ന് ഫാസ്റ്റ് ആയാലേ ജനിച്ചത് കാണിച്ചോ, കാണിച്ചതാ ഞങ്ങളെ അമ്പലം. എക്സ്ക്യൂസ് മീ. ആഷ്ലി പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ഭയങ്കര ഓളമെന്ന്. പിന്നെ കുറച്ച് താമസിച്ചിട്ടാണ് ഈ പ്രാവശ്യം ഘോഷയാത്ര വന്നത്. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ത്രില്ലിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കുരുപ്പിനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.